നമസ്കാരം. ഈ കള്ളവെടിൻ്റെ കാരണങ്ങൾ തപ്പിപ്പോണതിന് മുമ്പ് ഒരൊറ്റ നഗ്ന സത്യം, തുണിയില്ലാത്തൊരു സത്യം ഞാൻ പറയാം. എല്ലാ പെണ്ണുങ്ങളും എല്ലാവർക്കും കൊടുക്കുകയൊന്നുമില്ല. അവർക്ക് നല്ല വിശ്വാസമായിരിക്കണം, കംഫർട്ടായിരിക്കണം. വിശ്വാസമാണ് ഏറ്റവും വലുത്. പിന്നെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ള ധൈര്യം വേണം. അല്ലാണ്ട് കുറേ ഭംഗിയുണ്ട്. ഇപ്പോൾ ഒരുത്തന് കഴിഞ്ഞ വീഡിയോ ഒക്കെ കമൻ്റ് ഇട്ടേക്കാം, ടാറുംബീപ്പയിൽ മുക്കിയെടുത്ത പോലെ ഉണ്ട് ഒരു തോമസ്. ചിലപ്പോൾ ഇവൻ അതിസുന്ദരനായിരിക്കും, ലൈഫിൽ ഒറ്റ ഒന്നിനെ കളിക്കാൻ കിട്ടിയിട്ടുണ്ടാവില്ല. ഇവിടെ കള്ളവെടി നല്ലോണം നടക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ നാനാതുറകളിലുള്ള, അതായത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ അംഗനവാടിയിലെ ടീച്ചർ തുടങ്ങി കോളേജ് അധ്യാപിക വരെ, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഗസറ്റഡ് റാങ്കിലുള്ള ലേഡി ഡോക്ടർ, അത് പാർട്ട് ടൈം സ്വീപ്പർ, എന്തിനു പറയണ്ട, ഡിഫൻസിൽ ഓഫീസറുടെ ഭാര്യ. അതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഓഫീസറും ഭാര്യയായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അപ്പോൾ അവർ ഓർഡർലിമാരെ കൊണ്ട് ഇവർ കളിപ്പിക്കാൻ ശ്രമിക്കും. ഇവർ നമ്മളെ പ്രൊവോക്ക് ചെയ്യും. നമ്മൾ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കേസ് തിരിയും, നമ്മളവരെ കയറി പിടിച്ചെന്ന് പറഞ്ഞോളൂ. കാരണം അവർക്കറിയാം ഓഫീസർ എപ്പോൾ വരുമൊക്കെ അറിയാം, സേഫായിട്ടുള്ള സമയമൊക്കെ അറിയാം. കളിച്ചു കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. ഇപ്പം അങ്ങനത്തെ ഒന്നും നടക്കുന്നുണ്ടാവില്ല, പണ്ടത്തെ കാര്യം ഞാൻ പറയാം. അപ്പം ജീവിതത്തിൻ്റെ നാനാതുറകളുള്ള പെണ്ണുങ്ങളെ ഞാൻ കളിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ അംഗനവാടി തൊട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കഴപ്പും പഠിപ്പും ഔദ്യോഗിക പദവി ഒരു യാതൊരു ബന്ധമില്ല. ചില പെണ്ണുങ്ങൾക്ക് കഴപ്പും മുത്തൊക്കെ ഇടനാട് ഉറങ്ങില്ല. ചില പെണ്ണുങ്ങൾ കെതി കെട്ടിട്ട് അധികം പഴുപ്പില്ലാത്ത നേന്ത്രപ്പഴം മേടിച്ചിട്ട് നീരോധിൻ്റെ ഉള്ളിൽ കയറ്റി അടിക്കും. കാരണം പഴം ഡയറക്റ്റ് ആയാൽ ചിലപ്പോൾ ഉള്ളിൽ കുടുങ്ങി പോകും. ഇതാകുമ്പോൾ നീരോധിൻ്റെ ലാസ്റ്റ് പിടിച്ചിങ്ങനെ വലിച്ചെടുക്കാമല്ലോ. ബുദ്ധിക്ക് കളിക്കണവർ. ഒരു കോളേജ് പ്രൊഫസർ, ഒരു ട്രെയിൻ യാത്രയിൽ സത്യം പറഞ്ഞാൽ ഇവരിയ്ക്കുമ്പോൾ ഇവരെ പൂക്കൾ കാണുന്നുണ്ട്. അത് കാണിച്ചിരിക്കുകയെന്ന് എനിക്ക് മനസ്സിലായി. ഞാനതിലേക്ക് തന്നെ നോക്കണേ, അത് ഞാൻ നോക്കണം, അവർ കാണണം, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്കറിയാം അവർക്ക് ഇഷ്ടപ്പെടേണ്ടതില്ലെന്ന്. അവർ മനഃപൂർവ്വം തുറന്നു വെച്ചതാണ് ആ വീഡിയോ ഷോപ്പ്, മനഃപൂർവ്വം തുറന്നു വെച്ചാൽ അതിൽ യാദൃശ്യമായിട്ട് അത്ര ഇറക്കിയ സാരി കുത്തിയാൽ തന്നെ അത് യാദൃശ്ചികമല്ല, എക്സിബിഷനാണ്. ട്രെയിൻ യാത്രക്കൊരു പ്രത്യേകത ഉണ്ട്. കുറേ ആൾ പോകുന്നതരും ആൾക്കാർ മാറി കയറും അങ്ങനെയൊക്കെ ആകുമ്പോൾ പഴയ ആൾക്കാരായിട്ട് കുറച്ച് അറ്റാച്ച്മെൻറ്റ് വരും. ഞാനിവരുടെ പൊക്കളുമൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഓപ്പോസിറ്റായിരിക്കണം ഇവർ. ഞാൻ നോക്കണ്ടെന്ന്, ഏത് പെണ്ണിനും അവരുടെ ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് നോക്കിയാൽ വേഗം മനസ്സിലാവും. ഇവളെ അസ്വസ്ഥയാകുക, അത് മറച്ചു വെക്കുകയോ ചെയ്തില്ല. അവളുടെ കണ്ണുകളിൽ ഞാൻ വായിച്ചത് എൻ്റെ നോട്ടം അവളെ ആസ്വദിക്കുന്നുണ്ടെന്ന്. അങ്ങനെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ കുറേ കണ്ട് എത്തുമ്പോൾ ട്രെയിനിനൊരു പ്രത്യേകതയുണ്ട്. ചിലപ്പോൾ പിന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളും നമ്മളും ഉണ്ടാവുള്ളൂ. കുറച്ച് നേരം കാലിയായിട്ട് ഓടും. അപ്പോൾ പരിചയപ്പെട്ട് വർത്തമാനങ്ങൾ പറഞ്ഞ്, അപ്പോൾ ഇവർ കോളേജ് അധ്യാപികയാണ് ഒക്കെ പറഞ്ഞ്, പിന്നെ ഞങ്ങൾ അന്താരാഷ്ട്ര പൊളിറ്റിക്സ്, സൈക്കോളജി, ഇപ്പോഴത്തെ മനുഷ്യന്മാരുടെ സ്വഭാവ സവിശേഷതകൾ, പണ്ടത്തെ കാലം, ഈ ഇന്ത്യൻ പൊളിറ്റിക്സ്, ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഇൻട്രസ്റ്റുള്ള വിഷയങ്ങളൊക്കെ സംസാരിച്ച്, പിന്നെ ഫോൺ നമ്പർ പരസ്പരം കൈമാറി. എപ്പോഴാണ് വിളിക്കാൻ പറ്റുക വെച്ച്, അപ്പോൾ രാത്രിയാണ് വിളിക്കാൻ പറ്റുക. അപ്പോൾ എന്താ സംഭവം, 10 മണി കഴിഞ്ഞാൽ വിളിക്കും. ദീർഘ സംഭാഷണം. എനിക്കിപ്പോൾ ഇത്ര ഏജായില്ല, ഇത് കുറേ ബാക്ക് ആദാമിൻ്റെ കാലത്തുള്ള സംഭവമൊന്നുമല്ല, ഒരു 5 years ബാക്കിലാണ്. ഇതിന് ഏജും പ്രശ്നമല്ല, സൗന്ദര്യം പ്രശ്നമല്ല. ഈ പെണ്ണാണെങ്കിൽ ഒരു 1.5 മുതൽ ഞാൻ ഈ സംഭാഷണത്തിന് ദൈർഘ്യം കൂടി, റൂട്ട് മാറി, എന്തിനു പറഞ്ഞ്
ഇതിന് താല്പര്യമുണ്ട്. അപ്പോൾ ഇവള് ഡൈവോഴ്സ് പെറ്റീഷൻ കൊടുത്തേക്കാം, ജോയിൻറ്റ് പെറ്റീഷനാണ്, ഭർത്താവിനെ ഒഴിവാക്കുക. ഞാൻ ചോദിച്ചത് നമുക്ക് എവിടെയെങ്കിലും പോകുമല്ലോ വെച്ച്. അപ്പോൾ എവിടെയാണ് പറ്റിയ സ്ഥലം എവിടെയാണ് വെച്ച്. ഞാൻ പറഞ്ഞ എൻ്റെ കെയറോഫിൽ സേഫായിട്ടുള്ള സ്ഥലമുണ്ട്, നമുക്ക് അവിടെ പോകാം, റിസോർട്ടാണ്, 100% സേഫ്റ്റിയാണ്. അതായത് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം മറ്റൊരു മനുഷ്യൻ്റെ ഭാര്യനെ നമ്മൾ ട്യൂൺ ചെയ്ത് കൊണ്ടുപോയാൽ 2 കൊല്ലം തടവ് കിട്ടും. പക്ഷെ അവൾ ഇങ്ങോട്ട് ട്യൂൺ ചെയ്ത് അവൾക്ക് കേസില്ല. അല്ലാത്ത ന്യായ സംഹിത തന്നെയാണത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവളെ ഞാനോട്ട് പോവുക. ഇവൾക്ക് കാറുണ്ട്. അപ്പോൾ അത് വേണ്ട, ഞാൻ വണ്ടി വിളിക്കാറ്, ടാക്സിക്ക് പോവാം. അങ്ങനെ ടാക്സി വിളിച്ചാൽ ഞങ്ങൾ പോണത്. ഞങ്ങളവിടെ പോയി ലഘുവായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിൽ ചെന്ന്. ആക്രാന്തം പറ്റൂലല്ല, ഈ കാര്യത്തിന് ഒരിക്കലും പാടില്ല. ഇവിടെ സാരിൻ്റെ ഇവിടെ കുത്തിയ പിന്നഴിച്ച് ആദ്യം ചുംബനം കൊണ്ടാണ് മൂടി, ലിപ്പ് ലോക്കിങ്. ഇവിടുത്തെ പിന്നഴിച്ച് സാരിൻ്റെ ഇത് കിട്ടുന്ന ഭാഗമല്ല, അത് നിലത്തായി. പിന്നെ സാരിൻ്റെ കുത്തഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ 5-5 മീറ്ററുള്ള മുതൽ സാരിയൊക്കെ അഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഇല്ല. മറ്റേ ദൂരതാരുടെ വള്ളി ഊരുക, അല്ലെ ജീൻസ് ഊരുക, ഇത് കുറച്ച് പണിയാണ്, ഇപ്പം മെനക്കേടാ. സാരി അഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയില്ല. പിന്നെ ബ്ലൗസ് ഓപ്പൺ ചെയ്ത് ബ്ലൗസ് അഴിച്ച് അതൊക്കെ മെല്ലെ സ്ലോലി ബാക്കി കൂടി 2 കൈയിട്ട് ബ്രേസറിൻ്റെ ഹുക്കും വിടർത്തി. അപ്പം ഉണ്ട് പാൽക്കുടങ്ങൾ ഇങ്ങനെ അടിച്ചേറിച്ച് ബ്രേസിയർ ഇങ്ങനെ ഊരിയപ്പോൾ റോസ് കളറിലെ ബ്രേസിയറാണ്. പാൽക്കുടങ്ങൾ ഇങ്ങനെ ഒരൊറ്റ തെറിക്കലാണ്. റോസ് കളറിലെ നിപ്പിൾസും ബ്രേസിയറും നിപ്പിൾസും റോസ്. അതിലൊന്നും പ്രസക്തിയില്ല, നിപ്പിൾസാണ് പ്രധാനം. പിന്നെ അണ്ടർ സ്കേർട്ടിൻ്റെ വള്ളി അഴിക്കലും അത് നേരെ അടിക്ക് വീണു. അപ്പോൾ റോസ് കളർ. അപ്പോൾ ഇവള് ഒരുങ്ങിയാൽ വന്നേക്കണേ മാച്ച് ചെയ്ത് സെഡി ബ്രേസിയർ. തിരുപ്പതിയായി മക്കളെ, തിരുപ്പതിയായി. ഒരിക്കലും ആക്രാന്തം പാടില്ല. നല്ല പ്രതിമ പോലെ ഇവളെ ആ സ്ലോവില് കട്ടിൽമേക്കെ കിടത്തി സെഡിയും കൂടി ഊരി കുറേ നേരം അവളെ ഈ ലോകത്തുനിന്ന് ഞാൻ മേലൊക്കെ എടുക്കുക. ഇവക്ക് പൊട്ടാനായി, ഒല്ലിച്ചിട്ട് നിൽക്കണില്ല. എന്നെ എന്തെങ്കിലും ചെയ്യും. ഇവള് സീൽക്കാരങ്ങൾ പുറപ്പെടുവിക്കണം. ഇവൾക്ക് സഹിക്കാൻ വയ്യ. അവിടേക്ക് എത്തിക്കാൻ തന്നെയാണ് എൻ്റെ എളിയ ശ്രമം. അതിൽ കറക്റ്റ് നേരെ സംഭവത്തിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്ത് അപ്പം അടിച്ചില്ല. കുറച്ച് നേരം അവിടെ ഹോൾഡ് ചെയ്ത് ഇതിനെ ഭ്രാന്താക്കുകയാണ്. അതിലെന്നെ ബാക്ക് പുറത്ത് മാന്തി എന്തൊക്കെ ചെയ്ത് അതിലങ്ങട്ടൊക്കെ എടുത്തിട്ട് കേൾക്കണം. അവൾക്ക് 2 വട്ടം വന്നു. എന്നിട്ട് എനിക്ക് വരുന്നില്ല. ഞാൻ നല്ലോണം കടിച്ച് പിടിച്ച് നോക്കാം. ഏതായാലും പിന്നെ സ്പീഡാക്കി. 3ാമത് ഞങ്ങൾക്ക് 2 ഒപ്പം പൊട്ടി. ഞങ്ങൾ പിറ്റേ ദിവസം നടന്ന് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എത്ര ഒപ്പിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല, എണ്ണില്ല. അന്ന് തൊട്ട് ഇവളെൻ്റെ അടിമേ. ഭയങ്കര അറ്റാച്ച്മെൻ്റായി. പുള്ള ഹസ്ബൻഡ് ശരിയല്ല. ഹസ്ബൻഡ് ഇവളായിട്ട് സ്വഭാവം കൊണ്ട് ഒക്കില്ല. വീട്ടുകാർ ഏർപ്പെടുത്തിയ കല്യാണം, അറേഞ്ച്ഡ് മാരേജാണ്. എന്നിട്ട് ഇവളെന്നോട് പറഞ്ഞാൽ എൻ്റെ കാറ് കൊണ്ടുപോയിക്കോ, കുറച്ച് നാൾ വേണമെങ്കിൽ യൂസ് ചെയ്തോ. ഞാനത് ഇവിടെ വെറുതെ ഇട്ടേക്കാം. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഡ്രൈവറെ വിളിക്കണം. എനിക്ക് അങ്ങനെയൊന്നും പോകാനില്ല. ഇനി എന്തെങ്കിലും അർജൻറ്റുണ്ടെങ്കിൽ ഞാൻ ഓട്ടോ വിളിച്ചോളാം. ഇത് വെറുതെ ഇവിടെ കിടന്ന് നാശാകണ്ടാറ്. കുറച്ച് നാൾ ഞാൻ ഉള്ള കാറൊക്കെ യൂസ് ചെയ്ത്. ഞാൻ ഇതിനു മുമ്പ് ഏതോ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം. ഒരു ദിവസം നട്ട 12 മണിക്ക് തന്നെ വിളിക്കുക. നീ എവിടെ വെച്ച്? ഞാൻ വീട്ടിൽ. ഒന്നിട്ട് വാ, എനിക്ക് കഴച്ചിട്ട് നിൽക്കാൻ വയ്യ. ഞാൻ ചോദിച്ചു, നീ ഉറക്കത്തിൽ പിച്ചും പോയും പറയണം. ഇപ്പോൾ 12 മണിയായി. ഞാനവിടെ എത്തുമ്പോൾ 2 മണിയാവില്ല. 2 മണിക്കൂർ ഡ്രൈവ് ചെയ്യണ്ടേ. ഞാൻ വെയിറ്റ് ചെയ്തോളാം. 2 മണിക്കൂറും കൊണ്ട് എത്തൂല ചോദിച്ചു. എനിക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ചെല്ലാന്ന് പറഞ്ഞാൽ ചെല്ലും. ഏതായാലും ഞാൻ 2-2.15 അവിടെ എത്തി. അതാണ് വിശ്വാസം, അതല്ലേ എല്ലാം. അതാണ് പറഞ്ഞത്, ജീവിതത്തിൻ്റെ നാനാ തുറയിലുള്ള ആൾക്കാരും
കളീൻ്റെ കാര്യത്തിൽ വിഭിന്നരല്ല. ചില പെണ്ണുങ്ങളെ ചോര നീരുള്ള പെണ്ണുങ്ങളുണ്ടല്ലോ, ഏതെങ്കിലും ഒരുത്തൻ ബ്രോക്കറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കാശുണ്ടാവും, കെട്ടിക്കഴിഞ്ഞാൽ ഇവരെ അടിച്ച് കൊടുക്കാനും അറിയില്ല. ഈ പെണ്ണ് ഇവൾക്ക് ഇത് ആവശ്യമുള്ള സംഗതിയാണ്. ചില പെണ്ണുങ്ങൾക്ക് കളി കിട്ടിയിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല, ഉറങ്ങാൻ കഴിയില്ല, വാണം അടിക്കാണ്ടവർക്ക് ഉറങ്ങാൻ കഴിയില്ല, ഉറക്കാണ്ട് വരില്ല. ഇതിപ്പോൾ എന്ത് ചെയ്യാനാ? ഭർത്താക്കന്മാർക്ക് കഴിവില്ല. അപ്പോൾ ആരെങ്കിലും ട്യൂൺ ചെയ്താൽ അവളെ കിട്ടും. പക്ഷെ എല്ലാവർക്കും കിട്ടൂല. ഇപ്പം ഒന്നാമത്തെ പേടിയാണ്. പേടിച്ചാൽ പിന്നെ അവരുടെ കഥ കഴിഞ്ഞ്. ആൾക്കൂട്ട വിചാരണ, അങ്ങനെയൊക്കെ ചെയ്യാമോ, അവളങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. എന്തോ ലൈംഗികത എന്ന് പറയുന്ന ആണും പെണ്ണും ചെയ്യുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രവൃത്തിയാണ്. പക്ഷെ ഇപ്പോൾ അതൊരു വൃത്തികേട് അതിനെ പറഞ്ഞാൽ അതൊന്നും നടക്കാത്ത ഒരു ശരാശരി സദാചാരക്കാരൻ്റെ നിലവിളി ശബ്ദമായിട്ടേ ഞാൻ കൂട്ടണുള്ളൂ. എല്ലാവർക്കും കിട്ടൂല. അതിനൊരു ഭാഗ്യവും വേണം, കുറച്ച് ധൈര്യവും വേണം, കുറച്ച് ചങ്കൂറ്റവും വേണം. എന്ത് നേരിടാനുള്ള. ഇപ്പം ഞാനിതൊക്കെ വിളിച്ച് പറഞ്ഞ എന്തിനാണെന്നറിയും, ഇവിടെ കുറച്ച് ലൂസാവാനുണ്ട്. ചെറിയ പിള്ളേരെ വരെ വെറുതെ വിടല്ല. ഒന്നും നടക്കാണ്ടാവുമ്പേ കഴിഞ്ഞ 2024 കഴിഞ്ഞ കൊല്ലം 4500 പിള്ളേരെ പീഡിപ്പിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എത്ര എണ്ണം കോംപ്ലിമെൻറ്റ്സ് ആക്കിയിട്ടുണ്ട്, എത്ര എണ്ണം കുട്ടികൾ പേടിച്ചിട്ട് പറയണില്ല. ഇതൊക്കെ ഈ കൊച്ചു കേരളത്തിൽ ഈ സദാചാരക്കാരനെ കുട്ടികളാകുമ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളല്ലേ, മുണ്ടില്ലല്ല. ഈ ചെറിയ കേരളത്തിൽ 4500 രേഖപ്പെടുത്തി, അതിൻ്റെ ഇരട്ടി കൂട്ടിക്കോ, ഒരു 9000. ഇതൊക്കെ ഇവിടെ മര്യാദക്ക് പരസ്പര സമ്മതത്തോടുകൂടി സെക്സ് നടത്തുമ്പോൾ പിടിച്ച് വിചാരണ ചെയ്യാണ്ടിരുന്ന ഈ വക വൃത്തികേടുകളൊന്നും ഉണ്ടാവില്ല. ഭയം മാറിയ പെണ്ണും ആണും കളിക്കും. ആഗ്രഹിച്ച് വീർപ്പ് മുട്ടി നിൽക്കുകയാണ് ആണും പെണ്ണും. ഏതോ ഒരു വൃത്തികെട്ടവൻ്റെയൊക്കെ ബാക്ക് സീറ്റ് ഡ്രൈവിങ്, സദാചാരം. ഒന്നും നടത്താൻ ധൈര്യമില്ലാത്ത അല്ലെങ്കിൽ കിട്ടാൻ ഭാഗ്യമില്ലാത്ത ഹതഭാഗ്യരുടെ നിലവിളി ശബ്ദമായിട്ട് മാറി സദാചാരം. കേരളത്തിനൊരു സംസ്കാരമില്ല, നശിപ്പിച്ചു. ഏതോ നാട്ടിൽ ആരെങ്കിലും കളിച്ചാൽ ഇവിടെ നെഞ്ഞത്തടിച്ച് പരിപാടിയാണ്. കുറേ കുല സ്ത്രീകളുണ്ട്, അതിന് പറ്റിയ കുറേ അമ്മാവന്മാരും. എന്നെ ഇത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ കുറച്ച് ലൂസായാൽ ഇവിടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും, അത്രേ ഉള്ളൂ. വീർപ്പ് മുട്ടി കഴിയണം ചെറുപ്പക്കാർ. നമ്മുടെ കേരളത്തിലുള്ള യുവത്വം ഞാനെപ്പോഴും പറയണം, 45 വയസ്സായിട്ട് ഒരു പെണ്ണിൻ്റെ, വലിയ പെണ്ണിൻ്റെ സാമാനം കണ്ടിട്ടില്ല, ലൈംഗിക അവയവം കണ്ടിട്ടില്ല, മൂലമേലൊന്നും പിടിച്ചിട്ടില്ല. എത്ര ഗതികേടാണ് അവരുടെയൊക്കെ ജീവിതം. സദാചാരം പുഴുങ്ങി തിന്നോ. നമസ്കാരം.